ഹായ് ഡേയ്സ്, നമുക്ക് പ്രിൻസസ് കട്ട് ടോപ്പിന് എന്തൊക്കെ മെഷർമെൻറ്റാണ് വേണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആട്ടോ. അപ്പോൾ 15 ഇഞ്ചാണ് എനിക്ക് ഫുൾ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസോടെ കൂട്ടി 16 ഇഞ്ച് വേണം കേട്ടോ. പിന്നെ രണ്ടാമത് വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 32 ആണ്. അപ്പോൾ 32ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം നമ്മൾ 4ആയിട്ടാണല്ലോ ക്ലോത്ത് മടക്കി ഇടുന്നത്. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 8 ഇഞ്ചിനോട് 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യണം. അത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ അടുത്ത് വേണ്ടത് വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ. വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 28 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 28നെ നമ്മൾ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിവിടെ 7 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ 7ൻ്റെ കൂടി നമ്മൾ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യണം. പിന്നെ അടുത്തത് എനിക്കിവിടെ ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ എനിക്കിവിടെ കിട്ടുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ ഷോൾഡർ അതുപോലെ ഇടില്ല, നമ്മൾ അതിന് പകുതിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ 12 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് 6 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആം ഹോളും അതേ 6 ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറും ആം ഹോളും ഒരേ അളവാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അടുത്തത് വേണ്ടുന്നൊരളവാണ് നെക്ക് വിഡ്ത്ത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് എനിക്കിപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 5 ഇഞ്ച് നമ്മൾ അതുപോലെ അടയാളപ്പെടുത്തത്തില്ല. നമ്മൾ 5ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2.5 പകുതിയാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട 2 അളവുകളാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്തും. ഓക്കെ, അപ്പോൾ എനിക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഇവിടെ 5 ഇഞ്ചാണ്, ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സുകൾ. പിന്നെ അതുപോലെ വേണ്ടുന്നൊരളവാണ് ആം ഹോൾ റൗണ്ട്. ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അളവെടുത്ത് വച്ചേക്കാം കേട്ടോ. അപ്പോൾ അതെനിക്കൊരു 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിയല്ലോ, ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അളന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആം ഹോൾ റൗണ്ട് എടുത്ത് വയ്ക്കുന്നത്. നമുക്കിനി അടുത്ത വേണ്ടത് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കർവിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഷോൾഡർ ടു BP 2 അളവാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ ഷോൾഡർ ടു BP, ഷോൾഡർ മുതൽ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അടുത്ത വേണ്ടുന്നതാണ് BP ടു BP. ഇവിടെ BP ടു BP ഞാൻ എഴുതിയിട്ടുള്ളത് ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റ്. നമ്മൾ 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലാണ്. അതിപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെസ്റ്റ് റൗണ്ട് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 10 ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ കേട്ടോ. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്കിവിടെ 32 ആണ് കേട്ടോ ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ 32 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കൊക്കെ ബൈ.